എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് സംസ്ഥാനത്തെത്തും. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് പ്രചാരണം. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, പ്രധാനമന്ത്രി തൃശൂരിലും പാലക്കാടും 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തുകയാണ്. എത്ര മണിയോടെയാണ് തൃശൂരിലെത്തുക? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പാലക്കാട് കോട്ട മൈതാനത്താണ്. പാലക്കാടാണ് പ്രധാനമന്ത്രി ആദ്യമായിട്ട് എത്തുക. അവിടെ ഏകദേശം 2:30 കൂടി പ്രധാനമന്ത്രി എത്തും. 1:30 കോട്ട മൈതാനത്ത് പരിപാടികൾ ആരംഭിക്കുക. തുടർന്ന് 2:30 മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് കാർ മാർഗമായിരിക്കും ഈ കോട്ട മൈതാനത്തേക്ക് എത്തുക. ആ പാതയിൽ ആ റോഡിൻ്റെ ഇരുവശവും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കും. അതായത് 20 മിനിറ്റോളം സമയം പ്രധാനമന്ത്രി ആ റോഡിലൂടെ പ്രവർത്തകരെ കണ്ടിട്ടായിരിക്കും ഈ കോട്ട മൈതാനത്തേക്ക് എത്തുക. നമ്മളിപ്പോൾ കാണുന്നത് കോട്ട മൈതാനത്തേക്ക് പ്രവേശിക്കാനുള്ള ജനങ്ങളാണ്. പ്രധാനമന്ത്രിയെ കാണാനുള്ള തിരക്കാണ്. അതായത് പ്രധാനമായി പറയേണ്ടത്, പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതാണ്. 12 മണി വരെയാണ് ആളുകൾക്ക് പരിശോധനയുടെ ഭാഗമായി ഈ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയുക. അതിനുശേഷം ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതായത് ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം 3 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ എത്തും. അതിനുശേഷം 4 മണിക്ക് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെയാണ് വലിയ രീതിയിലുള്ള റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായ കലാരൂപങ്ങൾ ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് ആഘോഷമാക്കി തീർക്കാനാണ് BJPയുടെ ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരുക്കത്തിലാണ്. എന്താണ് പാലക്കാട്ടെ ഒരു സ്ഥിതി? പാലക്കാട് മാറാത്തത് മാറ്റാനാണ് മോദിജി വരുന്നത് ഇവിടെ. ഇത് എന്തായാലും ശോഭാ സുരേന്ദ്രജി ജയിപ്പിക്കാനുള്ള അവസാനത്തെ ഒരു മത്സരമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം. എന്തൊക്കെ പ്രതീക്ഷ? ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു വികസനമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് BJP പ്രവർത്തകരുടെ ആവേശമാണ് മോദി